മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ പല നടന്മാരും ഇപ്പോൾ ആരോപണങ്ങളുടെ മുൾമുനയിലാണ്. ഇതിനോടകം തന്നെ സിദ്ദിഖ്, സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത്, നടൻ മുകേഷ്, ജയസൂര്യ, നിവിൻ പോളി, ഇടവേള ബാബു തുടങ്ങി ഒരു വലിയ താരനിരയ്ക്ക് നേരെ തന്നെയാണ് ഇപ്പോൾ ആരോപണങ്ങളുടെ മുനകൾ ഉയരുന്നത്. ഏതായാലും വലിയൊരു അന്വേഷണ സംഘത്തെയാണ് സർക്കാർ ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. അവർ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലതും നടന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപായതിനാൽ തന്നെ തെളിവുകൾ ശേഖരിക്കുക അല്ലെങ്കിൽ സത്യം തെളിയിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും ഈ റിപ്പോർട്ട് വരുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം ആരോപണ വിധേയരായിട്ടുള്ളത് നടന്മാരായതിനാൽ തന്നെ ജനങ്ങളും ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും, എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരണം എന്നുള്ള രീതിയിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് കമന്റുകൾ ഉയരുന്നത്. ഈ ഒരു വിഷയം വന്നപ്പോൾ മുതൽ തുടക്കം മുതൽ തന്നെ സംവിധായകനായിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് തന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് വരാറുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ പലരും ലക്ഷ്യം വെക്കുന്നത് നടൻ മോഹൻലാലിനാണെന്നാണ് നടനും സംവിധായകനുമായിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മലയാളികൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും പലരും ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് സ്ത്രീകളുടെ നന്മയെ കരുതിയല്ലെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ഇവിടുത്തെ വിഷയം സ്ത്രീകളെയല്ല, ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണിത്. മോഹൻലാൽ എന്ന നടനെ സ്ട്രെയിറ്റ് ആയിട്ട് ആക്രമിക്കുക, മോഹൻലാലിന്റെ ഇമേജ് തകർക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് സ്വന്തം നിലയിൽ ചാനലുകളുള്ള ആളുകൾ ഓരോരുത്തർ അവരവരുടെ പവറാണല്ലോ യൂസ് ചെയ്യുക. തുടക്കം മുതൽ ഈ നടനെതിരെയാണ് കൂരമ്പുകൾ. ഒരു ബന്ധവുമില്ലാത്ത കേസിൽ പോലും അദ്ദേഹത്തിന്റെ ഇമേജാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ ഒരു പെൺകുട്ടിയും അദ്ദേഹത്തിനെതിരെ പരാതിയുമായി വന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും എത്രയോ ഓൺലൈൻ ചാനലുകൾ അദ്ദേഹത്തിന്റെ ചിത്രം വെക്കുന്നു. രാധിക കാരവാനിൽ ഒളിക്യാമറ വെച്ച കാര്യം പറഞ്ഞു. അത് മോഹൻലാൽ വിളിച്ചു അന്വേഷിച്ചുവെന്നും പറഞ്ഞു. അതിലും അദ്ദേഹത്തിന്റെ ചിത്രം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം മട്ടാഞ്ചേരി മാഫിയ. ഇതിൽ മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും ഒടുവിൽ 2014 രൂപീകൃതമായ ഒന്നാണ്. ഇതിലെ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെയുണ്ട്. ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെ. പിറ്റേ ദിവസം അത് നിയമസഭയിൽ വെക്കണം. ആ റിപ്പോർട്ടിൽ പുറത്തു കാണാത്ത വിഷയങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? മലയാളത്തിലെ 2 പ്രധാന സിനിമാ സംഘടനകളെ കൈക്കലാക്കാൻ 3 മാഫിയകൾ ശ്രമം നടത്തുന്നുണ്ട്. അവർ ഇങ്ങനെ അവസരം കാത്തു നിൽപ്പാണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പക്ഷേ ഈ രാധിക പറഞ്ഞ കാരവൻ വിഷയം ഇവരുടെ ഒന്നും അജണ്ടയിലേ ഇല്ല. തുടർച്ചയായി ഒരു മാഫിയയിലെ ആളുകൾ മറ്റൊരു മാഫിയയിലെ ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ കൃത്യമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വരാറുണ്ട്. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത് മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഇമേജിനെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ്. ഏതായാലും അദ്ദേഹം നൽകിയിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധയാകുന്നത്.